ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ 1-2 അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ്. വളരെ യൂസ്ഫുള്ളായ കുറച്ച് അപ്ഡേറ്റ്സുകളെല്ലാമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതെല്ലാം എന്ന് നോക്കാം. ഇതിനായി ഇപ്പോൾ ഞാൻ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, ഇങ്ങനെ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇത്തരത്തിൽ ഈ സെറ്റിങ്സ് എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഫേവറേറ്റ്സ് എന്നൊരു പുതിയ ഒരു ഓപ്ഷൻ കൂടി വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഫേവറേറ്റ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫേവറേറ്റ് കോണ്ടാക്ട്സ് അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഗ്രൂപ്പ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിലെല്ലാം ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. ഇതിനായി നമുക്ക് ഇവിടെ ആഡ് ഫേവറേറ്റ് എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കോണ്ടാക്ട്സ് എല്ലാം ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പ്സ് എല്ലാം ഉണ്ട്, അതിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്തിടാം. അപ്പോൾ വളരെ ഈസിയായി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തികളെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഗ്രൂപ്പ് എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് എന്നത് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് എല്ലാം വരുന്നു. ഈ ഒരു വോയിസ് മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വോയിസ് മെസ്സേജ് പ്ലേ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്തെല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് കേൾക്കാനൊന്നും സാധിക്കില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതെല്ലാം പ്ലേ ചെയ്യാൻ സാധിക്കുക. എന്നാൽ ഇനി ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കൺവേർട്ട് ചെയ്ത് ടെക്സ്റ്റിലേക്ക് മാറ്റാനുള്ള ഒരു പുതിയ ഓപ്ഷനാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവരുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലെല്ലാം നമുക്കൊരു വോയിസ് മെസ്സേജ് എല്ലാം വരികയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോണ്ടാക്ട്സിൽ നിന്നെല്ലാമാണ് ഇങ്ങനെ വരുന്നത് എങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്താൽ മതി. നിലവിൽ ഈ ഒരു ഓപ്ഷൻ ഇത് ബേറ്റ ടെസ്റ്റിങ്ങിലെല്ലാമാണ് ലഭിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു ഓപ്ഷൻ ഒന്നും ലഭിക്കുന്നില്ല. അതുപോലെ ആദ്യം ഈ ഒരു കാര്യം ലഭിക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജിലെല്ലാമാണ്. അധികം താമസിയാതെ നമുക്ക് മലയാളത്തിൽ വോയിസ് മെസ്സേജ് എല്ലാം വരുമ്പോഴും ഇത് നമുക്ക് ടെക്സ്റ്റിലേക്കെല്ലാം കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇതെല്ലാമാണ് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ ടെക് റിലേറ്റഡ് ആയ നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്